ഈ വീഡിയോയിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഇന്ത്യ ഫ്രാൻസുമായിട്ട് കൂടിച്ചേർന്ന് 61,000 കോടിയുടെ ഒരു പ്രോജക്റ്റ്, അത് അഡ്വാൻസ്ഡ് ഫൈറ്റർ ജെറ്റ്, നെക്സ്റ്റ് ജനറേഷൻ ഫൈറ്റർ ജെറ്റിന്റെ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇന്ത്യക്കുള്ളിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഫ്രാൻസുമായിട്ട് നമ്മൾ ഇതിന്റെ എഗ്രിമെന്റ് ഒപ്പുവെച്ച് കഴിഞ്ഞതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു നെക്സ്റ്റ് ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിന്റെ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇന്ത്യക്കുള്ളിൽ സ്ഥാപിക്കുന്നത്. ചെറിയ പ്രോജക്റ്റ് അല്ല, 61,000 കോടിയുടെ പ്രോജക്റ്റ് ആണ്. ഇന്ത്യൻ മണി 61,000 കോടി. അതുപോലെ ഇന്ത്യ റഷ്യ പാർട്ട്ണർഷിപ്പിൽ ഇന്ത്യക്കുള്ളിൽ ഗൺ മാനുഫാക്ചറിങ്, അതായത് AK-203 കാറ്റഗറിയിൽ വരുന്ന റൈഫിൾ മാനുഫാക്ചറിങ് ആണ്. അതായത് 6 ലക്ഷം റൈഫിൾസ് മാനുഫാക്ചറിങ് ചെയ്യാനാണ് ഇനിഷ്യലി ധാരണയായിരിക്കുന്നത്. റഷ്യയുടെ വലിയ ജൈന്റ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് ഇന്ത്യയുമായിട്ട് ഈ ഒരു പാർട്ട്ണർഷിപ്പ് വെച്ചിരിക്കുന്നത്. ഇൻഡോ റഷ്യൻ റൈഫിൾ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഇന്ത്യയിൽ ആ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ഇന്ത്യൻ കമ്പനിയാണ്. നമ്മൾ ആ കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന പേര് അങ്ങനെയാണ്. അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് IRRPL എന്നാണ് വിളിക്കുന്നത്. അതേപോലെ റഷ്യയുടെ സൈഡിൽ നിന്നും കലാഷ്നിക്കോവ്, അതുപോലെ തന്നെ റോസോബോറോനെക് സ്പോർട്ട് എന്ന് പറഞ്ഞ കമ്പനി, ഈ 2 കമ്പനികളാണ്. ഇത് രണ്ടും തന്നെ വലിയ മാനുഫാക്ചറിങ് കമ്പനികളാണ് റഷ്യയിൽ. അപ്പോൾ ആ ഭീമന്മാരായിട്ടുള്ള ആ കമ്പനിയാണ് ഇന്ത്യയിൽ പാർട്ട്ണർഷിപ്പ് വെച്ചിട്ട് ഇന്ത്യയിൽ AK-203 എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന റൈഫിൾ മാനുഫാക്ചറിങ് ചെയ്യാൻ ധാരണയായിരിക്കുന്നത്. US ഒരു തീവ്രവാദ സംഘടന എന്ന് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും നാൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സംഘടനയുടെ പേരാണ് TRF എന്ന് പറഞ്ഞ് വിളിക്കപ്പെടുന്ന ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു സംഘടന. ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ സംഘടനയുടെ പേര് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവുമല്ലോ. പഹൽഗാം അറ്റാക്കിൽ, കശ്മീരിൽ പഹൽഗാം അറ്റാക്ക് നടത്തിയതിന്റെ ആ ഒരു ചുമതല ഏറ്റെടുത്ത് അത് ക്ലെയിം ചെയ്ത സംഘടനയാണ് ഈ ഒരു ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു സംഘടന. ഇത് ലഷ്കർ എന്ന് പറഞ്ഞ ആ സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇവരുടെ ലീഫ്ലെറ്റുമായിട്ടോ അല്ലെങ്കിൽ ഇവര് ഏറ്റെടുത്ത ഈ ഒരു കൃത്യം, അതായത് പഹൽഗാമിൽ നടത്തിയ ഈ 26 പേരുടെ കൂട്ടക്കൊലയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ കണക്ഷനും ലിങ്കും ഇല്ല എന്നാണ് ഈ ലഷ്കർ എന്ന് പറഞ്ഞ സംഘടന പിന്നീട് പ്രഖ്യാപിച്ചത്. അപ്പൊ അതായത് ഈ ഇൻവെസ്റ്റിഗേഷൻ അങ്ങോട്ട് നീളും എന്ന് അറിഞ്ഞപ്പോഴാണ് അവർ ഇതിൽ നിന്നും തടിയൂരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കുരുട്ട് ബുദ്ധി ഉപയോഗിച്ചത്. അമേരിക്കൻ ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ TRF എന്ന് പറഞ്ഞ ഈ ഒരു ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു സംഘടന തീർച്ചയായിട്ടും 100% ലഷ്കറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണെന്ന് പറഞ്ഞിട്ടാണ്, അതിന്റെ പേരിലാണ് ഈ ഒരു നിരോധനം കൊണ്ടുവന്നിരിക്കുന്നത്. നിരോധനം എന്ന് പറഞ്ഞാൽ ഇതൊരു തീവ്രവാദ സംഘടനയായിട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ FATF നമുക്കൊരു അപ്പർ ഹാൻഡ് കിട്ടുകയാണ്. ഈ പഹൽഗാമിൽ നടന്ന ആക്രമണം നമുക്കൊരു വീഴ്ച എന്ന് പറഞ്ഞാൽ ഈ ആക്രമണം നടത്തിയ തീവ്രവാദികളെ നമുക്ക് കൈയോട് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര എളുപ്പമല്ലായിരുന്നു ഈ ഒരു FATF പാകിസ്ഥാനെ പൂട്ടുക എന്നുള്ളത്. അപ്പൊ അതിനൊരു ചെറിയൊരു അപ്പർ ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഷ്കർ എന്ന് പറഞ്ഞ സംഘടനയുടെ പോഷക സംഘടനയാണ് TRF എന്ന് പറഞ്ഞ് നമുക്കിപ്പം പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വിഷയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള കണക്ഷൻ വളരെ ഈസി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് FATF തന്നെ ഇതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റും കൂടി പുറത്തിറക്കിയിട്ടുണ്ട്. നിലവിൽ അമേരിക്ക എടുത്ത ഈ ഒരു TRFനെതിരെയുള്ള ഈ ഒരു നടപടി ഇന്ത്യക്ക് ഗുണകരമാവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ വേണ്ടിയിട്ട് 15 രാജ്യങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളുടെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1 ബ്രസീൽ, 2 വിയറ്റ്നാം, 3 UAE. ഈ 3 രാജ്യങ്ങൾക്കും ഈ ഒരു ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പ്രൊപ്പോസൽസും അവർ അയച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്ക്. അപ്പൊ അത് ഇന്ത്യ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ വൈശാഖ്, അതായത് വിശാഖപട്ടണത്തിൽ അവിടെ വെച്ച് നിർമ്മിക്കുന്ന ഹിന്ദുസ്ഥാൻ ഷിപ്മെന്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കീഴിൽ നിർമ്മിക്കുന്നതാണ് ഒരു ഡൈവിംഗ് വെസൽ. 80% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വെച്ച് തന്നെയാണ് ഈ ഒരു വെസൽ നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ ഇനോഗ്രേഷൻ വിശാഖപട്ടണത്തിൽ ഇന്നലെ പൂർത്തിയായി. അതിപ്പോ കമ്മീഷൻ ചെയ്ത് ഇന്ത്യൻ നേവിയുടെ ഭാഗമായി ചേർന്നിരിക്കുകയാണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് പാകിസ്ഥാനിന് ഈ ഒരു നടപ്പ് വർഷത്തിൽ, ഈ ഫിനാൻഷ്യൽ ഇയറിൽ 2025-26 ആ ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഈ മേടിച്ചിരിക്കുന്ന കടത്തിന് പകരം പലിശ സഹിതം തിരിച്ചടക്കേണ്ട അടവ്, ആ മുതലിൽ അടയ്ക്കാനുള്ള തുകയും അതിനോടൊപ്പം വരുന്ന ഇൻട്രസ്റ്റും അവർ ഈ ഫിനാൻഷ്യൽ ഇയറിൽ അടയ്ക്കാനുള്ള തുക $23 ബില്യൺ വരും എന്നാണ് പറയുന്നത്. 23 ബില്യൺ, മനസ്സിലായോ? ചെറിയ തുകയല്ല, 23 ബില്യൺ തിരിച്ചടയ്ക്കണം. ഈ വരുന്ന 1-2 മാസങ്ങളിൽ അത് ഡ്യൂ ആവുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 76 ട്രില്യൺ പാകിസ്ഥാൻ റുപ്പീസിൽ അവർക്ക് വെളിയിൽ പുറത്ത് കടമുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കിൽ ഏതാണ്ട് 52 ട്രില്യൺ
പാകിസ്ഥാനി റുപ്പീസ് വെച്ചിട്ട് ഡൊമസ്റ്റിക് ആയിട്ട് തന്നെ അവർക്ക് കടമുണ്ട്. 52 ട്രില്യൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് $180 ബില്യൺ വരും. അപ്പൊ 76 എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. ആ രീതിയിൽ ഭാരിച്ച കടബാധ്യതയിലാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. ഈ 23 ബില്യൺ US നോട്ടബിളി 5 ബില്യൺ സൗദി അറേബ്യയ്ക്ക് തന്നെ അടയ്ക്കേണ്ടി വരും, 2 ബില്യൺ UAEക്ക് അടയ്ക്കേണ്ടി വരും, 1 ബില്യൺ ഖത്തറിന് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ഫ്രണ്ട്ലി നേഷനായിട്ട് വരുന്ന രാജ്യങ്ങളാണ്. ഇവർക്ക് തന്നെ ഇപ്പോൾ ടോട്ടലി എല്ലാം കൂടെ ചേർത്തൊരു 12 ബില്യണോളം ഈ രാജ്യങ്ങൾക്ക് തന്നെ കൊടുക്കാനുണ്ട്, GCC മേഖലയിൽ തന്നെ. ഇതിലുപരിയായിട്ട് ഇതര ബാങ്കിങ് സെക്ടറിൽ വരുന്ന കടങ്ങൾ, അതായത് വേൾഡ് ബാങ്ക്, ഏഷ്യൻ ബാങ്ക്, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, അതുപോലെ തന്നെ ബൈലാറ്ററൽ എഗ്രിമെന്റ് ത്രൂ മേടിച്ചു കൂട്ടിയ പൈസ എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു തുക ഇതിന് പുറമെ വരുന്നുണ്ട്. ഇതിന്റെ ഈക്വൽ തന്നെ ഈ ഫ്രണ്ട്ലി നേഷനുമായിട്ട് ബന്ധപ്പെട്ട് 12 ബില്യൺ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു 12-13 ബില്യൺ തന്നെ ബാങ്കിങ് സെക്ടറിലും ഇവർക്ക് അടവ് തിരിച്ചടയ്ക്കാനുണ്ട്. അപ്പൊ ഇതിനിപ്പോ എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ മുന്നോട്ട് നീങ്ങുന്നത്. ഞാൻ ഇന്നലെ തന്നെ വാർത്തയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, IMFന്റെ സ്ട്രിക്ട് പോളിസീസ് ഫോളോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇനി ഷഹബാസ് ഷെരീഫ് മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ഇറക്കണം. അതാണ് ഇനിയിപ്പോ ചെയ്യേണ്ടി വരുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞ ആ ഒരു വാർത്ത ഇന്ന് യാഥാർത്ഥ്യമാകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. $23 ബില്യൺ കടബാധ്യതയിൽ തിരിച്ചടയ്ക്കാൻ പൈസ ഇല്ലാണ്ട് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. സ്ഥിരമായിട്ട് പാകിസ്ഥാന് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന അവരുടെ HQ-19 സീരീസിൽ വരുന്ന എയർ ഡിഫൻസ് സിസ്റ്റം പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ട്. ഒരെണ്ണം, ഒരു യൂണിറ്റ് കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനിപ്പം ഇന്ത്യ ഒന്ന് പരീക്ഷിക്കണം അതിന് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ബൈ മിസ്റ്റേക്കൻലി നമ്മൾ ബ്രഹ്മോസിന്റെ മിസൈലൊക്കെ അപ്പുറത്ത് പോയി വീണത് ഓർമ്മയുണ്ടല്ലോ. അത് ബൈ മിസ്റ്റേക്കൻലി ആണോ ഇന്റൻഷനിലാണോ എന്നുള്ളത് അത് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട വിഷയമാണ്. പക്ഷേ മിസൈലുകളൊന്നും അങ്ങനെ ബൈ മിസ്റ്റേക്കൻലി പോകാറില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു പരീക്ഷണം കൂടി നടത്താവുന്നേ ഉള്ളൂ. എങ്ങനെയാണ് ഇവരുടെ HQ-19 സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നുള്ളതെന്ന് മനസ്സിലാക്കി കളയാം. വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, എന്നാലും ഒരു ക്യൂരിയാസിറ്റിയുടെ പേരിൽ വേണമെങ്കിൽ നമുക്കൊരു പരീക്ഷണം നടത്താവുന്നേ ഉള്ളൂ. അത് കുഴപ്പമില്ല. ബോർഡറിൽ എന്തെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും രീതിയിൽ ഒരു ബ്രീച്ചിങ് നടക്കും. ആ സമയത്ത് അതിന്റെ പരീക്ഷണം നമ്മൾ നടത്തുന്നതായിരിക്കും. പാകിസ്ഥാൻ ഈ രീതിയിൽ കടബാധ്യതയിൽ കിടന്ന് ഇഴയുന്ന സമയത്ത് ചൈനയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ചൈനയ്ക്ക് കൂടി ഇത്തവണ തിരിച്ചടിയാണ്. ഏതാണ്ട് 130ഓളം കമ്പനികൾ, ചൈനയിൽ സ്ഥിരമായിട്ട് നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനികൾ ഇത്തവണ പുതിയ പ്രൊപ്പോസലുകൾ വെച്ചിട്ടില്ല. അതായത് അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ കാലപരിധി തീരുന്ന സമയത്ത് നോർമലി ഇവർ ഇത് പുതുക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് പതിവ്. അതിലൊരു വൻ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം. 130 കമ്പനികൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ച് അവരുടെ ഫണ്ട് അവിടെ നിന്ന് പിൻവലിക്കുകയാണ്, വിഡ്രോ ചെയ്യുകയാണ്. അത് ചൈനയ്ക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാക്കുന്ന ക്ഷീണം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ട്രേഡ് വാറും അത് ഇതൊക്കെ നടത്തി താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഇടപെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മസിൽ പിടുത്തം, അമേരിക്കയും ചൈനയും തമ്മിലുള്ള ആ ഒരു മസിൽ പിടുത്തത്തിൽ ചൈന ഒരു പരിധി വരെ ഒരു 80% സക്സസ്ഫുൾ ആയെന്ന് വെച്ചാൽ തന്നെയും അവർക്ക് സാമ്പത്തികപരമായിട്ടുണ്ടായ ഒരു നഷ്ടമുണ്ടല്ലോ, അത് വലിയൊരു നഷ്ടം തന്നെയാണ്. അപ്പൊ ആ നഷ്ടത്തിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ ഈ ഒരു 130 കമ്പനികൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഡ്രോ ചെയ്തു പോകുന്ന ഒരു അവസ്ഥ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് റെക്കോർഡ് ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റിൽ റെക്കോർഡ് ലോ. കഴിഞ്ഞ ഒരു 20 വർഷത്തിനകത്ത് 2 ഡെക്കേഡിനകത്ത് ചൈന ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്നത് ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ. അമേരിക്കയും ഇന്ത്യയും കൂടെ ചേർന്ന്, അതായത് നാസയും ISROയും കൂടി ചേർന്ന് ആദ്യമായിട്ടൊരു പ്രോജക്റ്റ്, ഒരു സാറ്റലൈറ്റ് പ്രോജക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യാണ്. അതായത് എർത്തിനെ 3Dയിൽ പിക്ചർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ് അയക്കുന്നത്. എൻഡ് ഓഫ് ജൂലൈക്ക് മുമ്പായിട്ട് തന്നെ ഈ ഒരു സാറ്റലൈറ്റ് സതീഷ് ധവാൻ സ്പേസ് സ്റ്റേഷനിൽ നിന്നും ഇത് വിക്ഷേപണം നടത്തും. ഇത് ചരിത്രത്തിൽ തന്നെ ഇന്ത്യയും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ഒരു സാറ്റലൈറ്റ് പ്രോജക്റ്റ് ആണ്. ഇത് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ആദ്യമായിട്ടാണ്. ഭൂമിയുടെ ഉപരിതലം മൊത്തത്തിൽ 3D ഇമേജ് നമുക്ക് എടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു സാറ്റലൈറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ടെക്നോളജിയും അതിനകത്ത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ 3Dക്ക് വേണ്ടിയിട്ടാണ്. സ്പെഷ്യലൈസ്ഡ് സാറ്റലൈറ്റ് ആണ് ഇതിന് വേണ്ടിയിട്ട് അയക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ യുദ്ധ സമയത്തായിക്കോട്ടെ, ഈ ബോർഡർ ക്രോസിംഗിന്റെ സമയത്തായിക്കോട്ടെ, അതേപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ നിന്ന് എന്തെങ്കിലും ബോർഡർ ബ്രീച്ചിങ് വന്നാലോ, അതുപോലെ ഏത് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലൊക്കെ ബ്രീച്ചിങ് നടന്നാൽ തന്നെയും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് 3D ഇമേജ് എടുത്ത് അയക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബിസിനസ് ഐഡിയയും കൂടിയാണ്. അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഇതിന്റെ പാർട്ട്ണർഷിപ്പിന്റെയും സ്റ്റേക്കിന്റെയും ഒക്കെ അവകാശങ്ങൾ ഏതാണ്ട് ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടത്തുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു മിഷനാണ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഷോർട്ട് ഫോം ആയിട്ട് നിസാർ എന്നുള്ള പേരിൽ അറിയപ്പെടും. 3D ഇമേജ് പകർത്തുന്ന ഇന്ത്യയും അമേരിക്കയും ജോയിന്റ് വെഞ്ചറിൽ നടപ്പിലാക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഈ നിസാർ എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. യൂറോപ്യൻ യൂണിയനിൽ മണിക്കൂറുകളോളം നീണ്ട ചർച്ച എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഈ ഒരു മാർക്ക് ട്രൂട്ടോ, നാറ്റോയുടെ ചീഫായിട്ടുള്ള മാർക്ക് ട്രൂട്ടോ ഒരു ത്രെട്ട്, അതായത് 100% താരിഫ് എന്ന് പറഞ്ഞുകൊണ്ട് ചൈന
ഇന്ത്യ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ചർച്ചകളാണ് പുരോഗമിച്ചത്. എവിടെ? യൂറോപ്യൻ യൂണിയനിൽ. മണിക്കൂറുകളോളം നീണ്ട ചർച്ച, ഭയങ്കരമായിട്ടുള്ള പ്രസംഗം. പല രാജ്യങ്ങളും വരുന്നു, അതിനെ അനുകൂലിക്കുന്നു. പിന്നെ നമ്മളിത് വാച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നിപ്പോയി ഇവര് സത്യസന്ധമായിട്ട് ഈ ഒരു 100% താരിഫ് അങ്ങ് ഏർപ്പാടാക്കുമോ എന്നുള്ള രീതിയിലൊക്കെ ഒരു പരിധി വരെ നമുക്ക് തോന്നിയതാണ്. കാരണം ആ രീതിയിൽ കട്ടയ്ക്കാണ് ആൾക്കാർ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. പല രാജ്യങ്ങളിലെയും റെപ്രസെന്റേറ്റീവ് വരുന്നു, അതിനെ അനുകൂലിക്കുന്നു, അവർ കൈ ഉയർത്തുന്നു, വോട്ടിടുന്നു, പാസ്സാക്കുന്നു, പല രീതിയിലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാണ്. ഒരു പരിധി ആയപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കൊക്കെ യൂറോപ്പ് വളരെ ബോൾഡായിട്ട് താരിഫ് കൊണ്ടുവരാൻ പോവാണ്. പ്രത്യേകിച്ച് നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും. ഇന്നലെ നാറ്റോയുടെ മാർക്ക് ട്രൂട്ടോയാണ് ഇതിന് തുടക്കം കുറിച്ചതെങ്കിലും ഇതിനെ യൂറോപ്യൻ യൂണിയനാണ് ഇത്രയും പെട്ടെന്ന് എടുത്ത് ചർച്ചയ്ക്ക് കൊണ്ടുവന്നത്. അപ്പൊ നാറ്റോയ്ക്ക് മുമ്പ് തന്നെ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യക്കും ചൈനയ്ക്കും താരിഫ് കൊണ്ടുവരും എന്നുള്ള രീതിയിൽ ആകാംക്ഷയോടെ നമ്മൾ നോക്കിയിരുന്നപ്പോഴത്തേക്കാണ് സ്ലോവാക്യ പെട്ടെന്ന് വന്ന്, അവർക്ക് വീറ്റോ പവർ ഉണ്ട്, അവര് ഇത്രയും മണിക്കൂർ കണക്കിൽ നടത്തിയ ഡിസ്കഷനെ വീറ്റോ ചെയ്ത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് സ്ലോവാക്യയുടെ ഒരു സ്പീച്ചിൽ അവർ പറഞ്ഞത് ഇന്ത്യക്കും ചൈനയ്ക്കൊക്കെ താരിഫ് ഇട്ടുകൊണ്ട് യൂറോപ്പിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഓൾറെഡി തന്നെ നമ്മൾ പല രീതിയിലുള്ള അമേരിക്കൻ സൈഡിലുള്ള താരിഫ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല രീതിയിൽ എക്കണോമിക്ക് ടൈറ്റൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. ഇതിന്റെ ഇടയ്ക്കാണ് ഏറ്റവും എളുപ്പത്തിൽ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റിയിൽ സാധനങ്ങൾ അവൈലബിൾ ആക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് അവൈലബിൾ ആകുന്ന ഇന്ത്യ, ചൈന പോലത്തെ രാജ്യങ്ങളെ 100% താരിഫിലേക്ക് തള്ളിവിടുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തന്നെ നമ്മൾ ദോഷം ചെയ്യുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ് ഒരു സ്പീച്ച് നടത്തി ഇതിനെ സ്ലോവാക്യ വീറ്റോ ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ആ രീതിയിൽ യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷനിൽ നിന്നും ഈ 100% താരിഫ് എന്നുള്ള ഒരു പദ്ധതി ക്യാൻസൽ ആയിരിക്കുകയാണ്, റദ്ദാക്കിയിരിക്കുകയാണ്. നാറ്റോ എപ്പോഴും ഇരട്ടത്താപ്പാണ്, അവരിങ്ങനെ പറയും പക്ഷെ അവർ പ്രവർത്തിക്കില്ല. അപ്പൊ എന്തായാലും കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.